രണ്ടാമതായി മക്കൾക്ക് അങ്ങനെ നിരന്തരമായി കുട്ടികളോടൊപ്പം ചെലവഴിക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കുവാനും സ്നേഹിക്കാനും കഴിയുക. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിലയ്ക്ക് കുട്ടികളോടൊപ്പം ചെലവഴിച്ചിരുന്നു. ബാല്യകാലത്തെ കുട്ടികളോടൊപ്പം, കൗമാരകാലത്തെ കുട്ടികളോടൊപ്പം, യൗവനകാലത്തെ യുവാക്കളോടൊപ്പം ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളി തമാശയിലൂടെയും കാര്യ ഗൗരവത്തിലുമായി അവരുമായി നിരന്തരമായി ഏർപ്പെട്ടിരുന്നു എന്നാണ്. ഒരിക്കൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നുണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫാത്തിമ അലി ദമ്പതികളുടെ പ്രിയപ്പെട്ട മകൻ സയ്യിദുനാ ഹസൻ റളിയല്ലാഹു തആല അൻഹും പരിശുദ്ധ പ്രവാചകന്റെ അടുക്കലേക്ക് വരുമ്പോഴാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട മകനെ എടുത്ത് ചുംബിച്ചു. ആ സദസ്സിലിരിക്കുന്നുണ്ട് മഹാനായ അഖറ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി. അതുവരെ അങ്ങനെ പരിചിതമല്ലാത്തൊരു ഭംഗി കണ്ടപ്പോ, പ്രിയപ്പെട്ട കുഞ്ഞിനെ ഒരാൾ അങ്ങനെ എടുത്ത് ചുംബിക്കുന്നത് കണ്ടപ്പോ ചോദിച്ചു, ഇന്നലി അശ്റത്തൻ മിൻ വലദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, എനിക്ക് 10 മക്കളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും അഹദാ, ഒരു കുട്ടിയെ പോലും ഞാൻ അങ്ങനെ ചുംബിച്ചിട്ടില്ലല്ലോ. അറേബ്യൻ പെനിൻസുലയുടെ രാജാവായി, അറേബ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായി, ആയിരക്കണക്കിന് സ്വഹാബത്തിന് അണിനിരത്തപ്പെടുന്ന ഞങ്ങളുടെ നേതാവായ അങ്ങ് ഈ കുഞ്ഞു മക്കളോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്തുന്നുവോ? എന്റെ മക്കളെ ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ലാ യർഹം വലാ യുർഹം, നീ കാണിക്കപ്പെടാത്ത സ്നേഹത്തെ എങ്ങനെയാണ് നിനക്ക് പകരം നൽകുന്നതെന്നാണ് വലിയൊരു ചോദ്യം. പ്രത്യേകിച്ച് കൗൺസിലിങ്ങിനൊക്കെ നമ്മുടെ അടുക്കലേക്കൊക്കെ വരുമ്പോ കുട്ടികൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ചോദ്യം അതാണ്. എന്റെ പിതാവ്, എന്റെ മാതാവ് എനിക്ക് വേണ്ടതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന്. മാതാപിതാക്കൾ വിളിച്ച് ചോദിക്കുമ്പോൾ പറയും, ഉസ്താദേ, രാപ്പകലില്ലാതെ ഞങ്ങൾ അധ്വാനിക്കുകയാണ്, രാപ്പകലില്ലാതെ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണമായി ഞങ്ങൾ അങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷെ മക്കള് പറയുന്നത് ഇന്ന് വരെ അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെന്ന്. മക്കൾക്ക് നമ്മുടെ സ്നേഹം അനുഭവവേദ്യമാകുന്നത് എങ്ങനെയോ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അവരുടെ പെർസ്പെക്റ്റീവുകൾ അനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വേണം നാം കൊടുക്കാൻ. നാം സ്നേഹിച്ചു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്നേഹിക്കുന്നവരെ അത് ബോധ്യപ്പെടുത്താനും അവർക്കത് കൃത്യമായി അനുഭവിക്കാനും സാധിക്കുമ്പോഴാണ് അത് സ്നേഹമാവുക. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, മൻ ലാ യർഹം വലാ യുർഹം, ഒരാൾ കരുണ ചെയ്തിട്ടില്ല എങ്കിൽ, തൊട്ടടുത്തിരിക്കുന്നവർക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല എങ്കിൽ, വലാ യുർഹം, പിന്നെ അവനും അതെങ്ങനെ കിട്ടാനാണ് ആ കാരുണ്യമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.